ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എവർക്കും ഫുട്ബോളിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റയൽ മാഡ്രിഡ് 600ഓളം കിലോമീറ്റർ ട്രാവൽ ചെയ്ത് പോയി ഒരു മത്സരം 5 ഗോളുകൾക്ക് വിജയിച്ചിരിക്കുകയാണ്. കിലിയൻ എംബാപ്പയുടെ ഹാട്രിക്. ഏറെക്കുറെ ഇപ്പൊ എല്ലാ മത്സരത്തിലും റയലിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു താരമായി മാറിയിരിക്കുകയാണ് കിലിയൻ എംബാപ്പെ. ഇപ്പൊ ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൽ 2 മത്സരങ്ങളിൽ 5 ഗോളുകൾ കിലിയൻ എംബാപ്പെ സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഈ മത്സരത്തിൽ ഹാട്രിക് ആയിരുന്നു. അത് മാത്രമല്ല, ചാമ്പ്യൻസ് ലീഗിൽ 60 ഗോളുകൾ എന്നൊരു നേട്ടത്തിലേക്ക് കിലിയൻ എംബാപ്പെ എത്തിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു മത്സരത്തിൽ ആൻഡ്രാഡ് സാൻഫോർഡിനെ 1-5 ഗോളുകൾക്ക് അത്ലറ്റിക്കോ മാഡ്രിഡ് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. തുടർച്ചയായ 2ാം മത്സരത്തിലാണ് അവർ 5 ഗോളുകൾ സ്കോർ ചെയ്യുന്നത്. റയലിനെതിരെ അടിച്ചിരുന്നല്ല 5. അപ്പൊ ഈ ഒരു മാച്ചിലും ജൂലിയൻ ആൽവാരസ് എന്ന അർജന്റീനിയൻ താരത്തിന്റെ ഒരു തകർപ്പൻ പെർഫോമൻസ് കാണാൻ കഴിഞ്ഞു. 2 അസിസ്റ്റും 1 ഗോളൊക്കെ താരം നേടി. 9.5 റേറ്റിംഗ് താരത്തിനുണ്ട്. അവസാനത്തെ 3 മത്സരങ്ങൾ ഈ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി ഈ ഒരു അർജന്റീനിയൻ താരം കളിച്ച അവസാനത്തെ 3 മത്സരങ്ങളിൽ തകർപ്പൻ പെർഫോമൻസ് ആണ്. ഹാട്രിക്ക് നമ്മൾ കണ്ടു. ഇപ്പൊ കഴിഞ്ഞ മാച്ചിലാണെങ്കിൽ 2 ഗോളുകൾ കണ്ടു. ഈ മത്സരത്തിൽ അതുപോലെ തന്നെ അവസാനം 3 മത്സരങ്ങളിൽ നിന്ന് മാത്രം ജൂലിയൻ ആൽവാരസ് സ്കോർ ചെയ്തിട്ടുള്ളത് 6 ഗോളുകളും 2 അസിസ്റ്റുമാണ്. ബ്രില്യൻ പെർഫോമൻസ് ആണ് ജൂലിയൻ ആൽവാരസിന്റെ ഭാഗത്ത് നിന്ന് കാണുന്ന. നിലവിൽ ഏറ്റവും മികച്ച ഒരു പ്രോപ്പർ സെന്റർ ഫോർവേഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പേരുകളിൽ ഒരാൾ, അതായത് ഹാലൻഡ് ഉണ്ട്, എംബാപ്പെ ഉണ്ട്. അവർക്കൊക്കെ ഒപ്പം നിർത്താൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു അർജന്റീനിയൻ താരത്തിൽ നിന്ന് നമ്മൾ കാണുന്നത്. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ബയൺ മ്യൂണിക്ക് ഒരു മത്സരം 5 ഗോൾ വീണ്ടും അവർ സ്കോർ ചെയ്തിട്ടുണ്ട്. ആ മത്സരത്തിൽ ഹാരി കെയിന്റെ വക ഗോൾ ഉണ്ടായിരുന്നു. 9 മത്സരങ്ങളിൽ നിന്ന് 17 ഗോളാണ് ഹാരി കെയിൻ അടിച്ചിട്ടുള്ളത്. എന്ത് മനുഷ്യനാണെന്നാണ്. 9 മത്സരങ്ങളിൽ നിന്ന് 17 ഗോളും 3 അസിസ്റ്റുമാണ് ഹാരി കെയിൻ ഈ ഒരു ബയണിന് വേണ്ടി ഈ ഒരു സീസണിൽ ഇതുവരെ സ്കോർ ചെയ്തിരിക്കുന്നത്. ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് ഹാരി കെയിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. ബയൺ മ്യൂണിക്ക് അറിയാലോ, അവർ ഗോൾ അടിക്കാൻ മികച്ച ഒരു ടീമാണ്. 1-5 ഗോളിൻ്റെ ഒരു വിജയം അവർ സ്വന്തമാക്കി. ചെൽസി റെഡ് കാർഡ് ലഭിച്ചിട്ട് പോലും ബെൻഫിക്കയ്ക്കെതിരെ 1 ഗോളിൻ്റെ വിജയം അവർ നേടിയെടുത്തു. ഒരു ഓൺ ഗോളായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സർട്ടിഫിക്കറ്റ് ഒന്നും പറയാനില്ല. പിന്നെ ആകെ കൂടി പറയാനുള്ളത്, ചെൽസിയുടെ ഏറ്റവും മികച്ച പരിശീലകൻ ഒരു സംശയമാണല്ലോ, ജോസെ മൗറിഞ്ഞോ. അദ്ദേഹം ആണ് ഇപ്പോൾ ബെൻഫിക്കയുടെ പരിശീലകൻ. അദ്ദേഹം ചെൽസിയുടെ ഹോം ഗ്രൗണ്ടിലേക്ക് വന്നു എന്നത് ഈ ഒരു മത്സരത്തിൽ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഗാലറ്റസറായ ലിവർപൂളിനെ പരാജയപ്പെട്ടു. അൺബിലീവബിൾ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ലിവർപൂൾ ഒരു വണ്ടർഫുൾ പെർഫോമൻസ് ആയിരുന്നു ഈ ഒരു സീസണിൽ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ മത്സരം അവർ പരാജയപ്പെട്ടു. ഇപ്പോൾ ഗാലറ്റസറായിട്ട് പരാജയപ്പെട്ടു. 2 ടീമും വലിയ ശക്തരായിട്ടുള്ള ടീമൊന്നുമില്ല. ക്രിസ്റ്റൽ പാലസ് ആണ് കഴിഞ്ഞ മാച്ചിൽ അവർ തോപ്പിച്ചത്. ഈ മാച്ച് ഗാലറ്റസറായി പോയതില്ലാത്ത 1 ഗോൾ തോപ്പിച്ചു. ആദ്യ പകുതിയിൽ തന്നെ, തുടക്കത്തിൽ തന്നെ അവർ ഗോൾ വാങ്ങി. എന്നിട്ട് അവർക്ക് തിരിച്ചടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇന്റർ 3 ഗോളിന്റെ ഒരു വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്റർ മിലാൻ ആ 3 ഗോളിൽ 2 നേടിയിട്ടുള്ളത് മറ്റൊരു അർജന്റീന താരമായിട്ടുള്ള ലൗറ്ററോ മാർട്ടിനസ് ആണ്. എന്ത് തന്നെയാണെങ്കിലും അർജന്റീന അടുത്ത വർഷം വേൾഡ് കപ്പാണ്. അറിയാലോ, അർജന്റീനയുടെ മെയിൻ താരങ്ങളാണ് ഇവർ. മികച്ച പെർഫോമൻസ് നടത്തുന്ന അർജന്റീനയെ സംബന്ധിച്ച് എന്തായാലും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. പിന്നെ ചെറിയ ടീമുകളുടെ കുറെ മത്സരങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അറ്റ്ലാന്റ 1-2 ഗോളുകൾക്ക് ക്ലബ് ബ്രൂഹയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അജാക്സ് 4 ഗോളുകൾക്ക് മാൾഫയോട് പരാജയപ്പെട്ടിട്ടുണ്ട്. പിന്നെ ടോട്ടൻഹാം 2-2 സമനിലയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ടോട്ടൻഹാമിനെ സംബന്ധിച്ച് അത്യാവശ്യം, അതായത് അവരൊരു വിജയിക്കേണ്ട മത്സരമായിരുന്നു അവരിപ്പോൾ കൊണ്ടുപോയി സമനിലയിലാക്കി വിട്ടിട്ടുള്ളത്. കണ്ടറിയാം ഈ ഒരു ക്യാമ്പയിനിൽ അവരുടെ ഒരു പെർഫോമൻസ് ഏത് രീതിയിലേക്ക് മാറുമെന്നത് കണ്ടറിയണം. പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തിൽ ഗ്രീസ്മാൻ ഗോൾ സ്കോർ ചെയ്തിരുന്നു. ഗ്രീസ്മാന്റെ 200ാമത്തെ ഗോളാണ്. അറിയാലോ, ഫോമിലില്ലാതെ 10-20 മത്സരങ്ങളിൽ ഗോൾ അടിക്കാതെ ഫോമിലില്ലാത്ത ഒരു പ്ലെയർ ആയിരുന്നു ഗ്രീസ്മാൻ. അപ്പോൾ ഈ കഴിഞ്ഞ ഡെർബിയിലാണ്, അതായത് അറിയാലോ, മാഡ്രിഡ് ഡെർബിയിലായിരുന്നു ഗ്രീസ്മാൻ ഫോമിലേക്ക് എത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ 200ാമത്തെ ഗോൾ കൂടി സ്കോർ ചെയ്തിട്ടുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ആൾ ടൈം ടോപ്പ് സ്കോറർ ആയിരുന്നു നേരത്തെ മുതൽ തന്നെ. 200 ഗോളുകൾ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി നേടുന്ന ആദ്യത്തെ താരം കൂടിയാണ് ഗ്രീസ്മാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ബോൾ.